സ്റ്റുഡൻസ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഡീപ്പ് ഇക്കോളജി ആൻഡ് ഷാലോ ഇക്കോളജി. വാട്ട് ഈസ് ഡീപ്പ് ഇക്കോളജി, വാട്ട് ഈസ് ഷാലോ ഇക്കോളജി? Shallow ecology is a movement strives for a middle reforms and gives the priority of anthropocentric values. അതായത് ഷാലോ ഇക്കോളജി എന്ന് പറയുന്നത് ഒരു മൈനറായിട്ടുള്ള കുറച്ച് റിഫോംസ് കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ സെൻറ്റേർഡ് വാല്യൂ, അതായത് മനുഷ്യനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഹ്യൂമണിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഹ്യൂമൻ സെൻറ്റർ. അപ്പോൾ ആന്ത്രോപോസെൻട്രിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ടു അല്ലെങ്കിൽ ഫോക്കസസ് ടു സെൻറ്റേർഡ് ടു ഹ്യൂമൻ ബീയിങ്. ഇറ്റ് വ്യൂസ് ദാറ്റ് നാച്ചർ ഹാവ് ഓൺലി ദ ഇൻസ്ട്രുമെൻ്റൽ വാല്യൂസ് ആൻഡ് അഡ്രസ്സസ് ഇഷ്യൂ ലൈക്ക് പൊല്യൂഷൻ ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഇമ്പാക്റ്റ് ഹ്യൂമൻ ബീയിങ്. ഈ ഒരു ഷാലോ ഇക്കോളജിയിൽ നാച്ചുറലിന് അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ളൊരു വാല്യൂ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നാച്ചർ ഈസ് ഓൺലി ഇൻസ്ട്രുമെൻ്റൽ. അതായത് അതിനെക്കാട്ടിയും കൂടുതൽ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമൻ വെൽബീയിങ്ങിന് എന്തൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. ഹ്യൂമൻ വെൽബീയിങ്ങിന് എന്തെങ്കിലും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ, ബാധിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് പൊല്യൂഷൻ എടുക്കാം. നമ്മൾ പൊല്യൂഷൻ എത്രത്തോളം ഇഷ്യൂ ആവുന്നു എന്ന് ഇവർ മനസ്സിലാക്കുന്നത് എത്രത്തോളം ഹ്യൂമൻ ബീയിങ്ങിന് അത് ഇഷ്യൂ ആവുന്നു എന്ന് കണക്കാക്കിയിട്ടാണ് ഇവർ നോക്കുന്നത്, അല്ലാതെ പ്രകൃതിയുടെ ഒരു കൺസെൻറ്റിലൊന്നും അല്ല. അപ്പോൾ ഷാലോ ഇക്കോളജി എന്ന് പറയുന്നത് ഒരുപാട് മൈനർ റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ അത് പക്ഷേ എപ്പോഴും നമ്മൾ വേർഡ് മീനിങ് പറയരുത്, ഓർക്കുക. ഇറ്റ് ഫോക്കസിങ് ഓൺ ഹ്യൂമൻ സെൻറ്റേർഡ് വാല്യൂസ്. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ. അത് ദേ ഗീവ് വാല്യൂ. നാച്ചുറിന് അവരൊരു ഇൻറ്റൻസിറ്റിക്ക് വാല്യൂ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മനുഷ്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത്. അത് മനുഷ്യൻ എപ്പോഴാണ് പൊല്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇഷ്യൂ ആവുന്നത്? ദേ അഫക്റ്റഡ് ഹ്യൂമൻ ബീയിങ്ങിന് അത് എത്രത്തോളം മനസ്സിലാവുന്നു അല്ലെങ്കിൽ അത്രത്തോളം പ്രോബ്ലം ഉണ്ടാക്കുന്നു എന്ന് കണ്ടിട്ടനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് അവർ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹ്യൂമൻ വെൽബീയിങ്ങിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ. ക്വാളിറ്റി ഓഫ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഓഫ് ഓൺലി, അതായത് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്? ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് ഡീപ്പ് ഇക്കോളജി എന്ന് വെച്ചാൽ എന്താ? ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത് അവർ പെർസെപ്ഷൻസിന് തന്നെ, ഹ്യൂമൻ ബീയിങ്ങും നമ്മുടെ ഒരു പെർസെപ്ഷൻസിന് തന്നെ, നേരത്തെ പറഞ്ഞിട്ടുള്ള പെർസെപ്ഷൻസ് തന്നെ മാറ്റിമറിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇത് പറയുന്നത് ഹൗ വി വ്യൂ ഹ്യൂമൻ റോൾസ് ഇൻ ഇക്കോസിസ്റ്റം. നമ്മൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇക്കോസിസ്റ്റത്തിനകത്ത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ റോൾ എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇക്കോസിസ്റ്റം? എന്താണ് ഈ പ്രകൃതി ഇക്കോസിസ്റ്റത്തിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്താണ്? ഇത് അതുപോലെ തന്നെ ഷാലോ ഇക്കോളജി കൺസേൺഡ് ഓൺലി ദ എഫിഷ്യൻറ്റ് കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ എലിമെൻറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് മാൻ. അതായത് നമ്മൾ ഷാലോ ഇക്കോളജി നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആർക്ക് വേണ്ടിയിട്ടാണ് ബെനിഫിറ്റ്? ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഷാലോ ഇക്കോളജി പറയുന്നത്. ബട്ട് ഇൻ ദ അത് നമ്മൾ ഉദാഹരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊല്യൂഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊല്യൂഷൻ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്, പൊല്യൂഷൻ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, പൊല്യൂഷൻ ഇൻഡസ്ട്രീസ് കൊണ്ടുവരുന്നത് എല്ലാം തന്നെ എന്തിനാണ്? പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ വെൽബീയിങ്ങിനാണ്. അവിടെ പ്രകൃതി ഒരു കൺസേൺ അല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പൊല്യൂഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഡെവലപ്പിംഗ് കൺട്രികളിലേക്ക് തള്ളപ്പെടും. ഡെവലപ്പിംഗ് കൺട്രികളിലേക്ക് തള്ളപ്പെടുമ്പോൾ അവിടെ സാധാരണ ആൾക്കാർ കഷ്ടപ്പെടും. അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത് മസ്റ്റ് ബി എലിമിനേറ്റഡ് ദ ബയോസഫിക് പോയിന്റ് ഓഫ്. ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത് ഈ പൊല്യൂഷനെ എലിമിനേറ്റ് ചെയ്യേണ്ടത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ വെൽബീയിങ്ങിനല്ല. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്? എലിമിനേറ്റ് ചെയ്യേണ്ടത് ബയോസ്ഫിയറിക് പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. പ്രകൃതിയുടെ സന്തുലനാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഇറ്റ് ഫോക്കസസ് ഹ്യൂമൻ ഹെൽത്ത് മാത്രം ഈ പൊല്യൂഷൻ വരുന്നത് അല്ലെങ്കിൽ ഇഷ്യൂസ് വരുന്നത് ഹ്യൂമൻ ഹെൽത്തിന് മാത്രമല്ല, നമ്മുടെ ഹോൾ ലൈഫിൽ ഇൻക്ലൂഡിങ് എല്ലാ സ്പീഷീസിനും, നമ്മുടെ ഇക്കോസിസ്റ്റത്തിനകത്ത് അടങ്ങിയിട്ടുള്ള എവരി സ്പീഷീസിനും ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത് ഫൈറ്റ് ദ ഡീപ്പ് കോസ് ഓഫ് പൊല്യൂഷൻ, നോട്ട് മിയർലി ദ സൂപ്പർഫിഷ്യൽ ഷോർട്ട് ടേം സൊല്യൂഷൻ. അതായത് ഈ ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത് പൊല്യൂഷൻ്റെ പ്രാഥമികമായിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുക മാത്രമല്ല, പൊല്യൂഷൻ്റെ പ്രാഥമികമായിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. എന്താ പിന്നെ ചെയ്യുന്നത്? അത് നിരന്തരമായിട്ട് ആ ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു റെമഡീസ് അല്ല ഈ ഡീപ്പ് ഇക്കോളജി പറയുന്നത്. ഡീപ്പ് ഇക്കോളജി പറയുന്നത് ഒരു ഫൈനൽ സൊല്യൂഷൻ കൊണ്ടുവരിക, അത് മാത്രമാണ് ചെയ്യുന്നത്. അതാണ്
അതാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പുനർവിതരണം ചെയ്യുന്നതോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മലിനീകരണം പോലെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പം അതിൻ്റെ പരിധി നിശ്ചയിച്ചിട്ട് നമ്മൾ ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ വികസിത രാജ്യങ്ങളിലേക്ക് അത് തള്ളപ്പെടും. അങ്ങനെ ഒരു പ്രോബ്ലം അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഈ മറന്നുപോയത് രണ്ട് കോൺസെപ്റ്റ്, ഡീപ്പ് ഇക്കോളജിയും ഷാലോ ഇക്കോളജിയും. ഷാലോ ഇക്കോളജി ഗീവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ബീയിങ്. അതുപോലെ ഡീപ്പ് ഇക്കോളജി എന്താ ചെയ്യുന്നത്? ഡീപ്പ് ഇക്കോളജി എന്ന് പറഞ്ഞത് ഹ്യൂമൻ ഇക്കോ സിസ്റ്റത്തിനെ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഇക്കോ സിസ്റ്റത്തിന് ഒരു ബാലൻസ് ഉണ്ടാക്കുക, ഇക്കോ സിസ്റ്റത്തിന് ഒരു പ്രൊട്ടക്ഷൻസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാച്ചുറലിനെ നമ്മൾ ചെറിഷ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നാച്ചുറലിലെ പൊല്യൂഷൻസൊക്കെ നമ്മൾ ഓവർകം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതെന്നാണ് നമ്മൾ എന്താ പറയുക ഡീപ്പ് ഇക്കോളജിയിൽ പറയുന്നത്. അപ്പോൾ അതോടുകൂടി അത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് 2-ലെ വാട്ട് ഈസ് ലോജിക്ക് ആൻഡ് ലോജിക്കിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ലോജിക്കിൻ്റെ ആ ഒരു കാര്യങ്ങളാണ്. കാരണം ഇതിനകത്ത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാൻ. അപ്പോൾ ഇത് നമ്മൾ വാട്ട് ഈസ് ലോജിക്കിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ലോജിക് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു മൊഡ്യൂളിൽ ലോജിക്കിനെ കുറിച്ച് അത്യാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലോജിക് ഈസ് എ മെത്തേഡ് ഓഫ് റീസണിങ് ദാറ്റ് മൂവ് ഫ്രം പ്രിമിസസ് ടു കൺക്ലൂഷൻ. ലോജിക്ക് ഒരു റീസണിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്. അതെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അത് മൂവ് ചെയ്യുന്നത് പ്രിമിസസിൽ നിന്ന് കൺക്ലൂഷനിലേക്ക് മൂവ് ചെയ്യുന്നു. കൺക്ലൂഷനിലേക്ക് മൂവ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മേജർ പ്രിമിസ്, മൈനർ പ്രിമിസ്. ഈ മേജർ പ്രിമിസ്, മൈനർ പ്രിമിസ് എന്ന് പറയുന്ന ആ രണ്ടിൽ നിന്ന് പുതിയൊരു കൺക്ലൂഷൻ, പുതിയതല്ല, അതിൽ നിന്ന് ഒരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്ത് വരുന്നു. അപ്പോൾ എന്താ പറയുന്നത്? രണ്ട് പ്രിമിസസിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോജിക് എന്ന് പറയുന്നത്. രണ്ട് പ്രിമിസസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഓൾ മെൻ ആർ മോർട്ടൽ, അതിനെ നമ്മൾ മേജർ പ്രിമിസ് എന്ന് പറയും. സോക്രട്ടീസ് ഈസ് എ മാൻ, അതിനെ മൈനർ പ്രിമിസസ് എന്ന് പറയും. അപ്പോൾ രണ്ട് പ്രിമിസസ്. ഈ രണ്ട് പ്രിമിസസിൽ നിന്ന് മൂന്നാമത് നമ്മൾ കൺക്ലൂഷൻ കൊണ്ടുവരും. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സോക്രട്ടീസ് ഈസ് മോർട്ടൽ, സോക്രട്ടീസും മരണമുള്ളവനാണ്. അതാണ് നമ്മൾ ഈ പ്രിമിസസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലോജിക്ക് എപ്പോഴും ഇൻവോൾവ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ കൺജൻഷൻ, ഡിസ്ജൻഷൻ, നെഗേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോൺസെപ്റ്റ്സ് ലോജിക്കിൽ ഡിസ്കസ് ചെയ്യുന്നു. ലോജിക്കിൻ്റെ ഒരു സ്ട്രക്ചറിനും ഒരു വാലിഡ് യൂസ് ഉണ്ട് എവരിഡേ ആക്ടിവിറ്റീസിനകത്ത്. നമ്മുടെ എവരിഡേ ആക്ടിവിറ്റീസിനകത്ത് എപ്പോഴും റോൾ ഓഫ് ലോജിക് ഹാസ് ഇറ്റ്സ് ഓൺ റോൾ. ദ വേർഡ് ലോജിക് ഹാസ് കം ദ ഗ്രീക്ക് വേർഡ് ലോഗോസ്, മീനിങ് തോട്ട് എന്നാണ്, ചിന്ത എന്നാണ്. ലോജിക് ഈസ് ഓഫ് സയൻസ് ഓഫ് തോട്ടാണ്. ഇറ്റ് ഈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സാണ്. അതുപോലെ ലോജിഷ്യൻസ് ഒരുപാട് പേര് ലോജിക്സും ട്രൂത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്രിങ്ടൺ എന്ന് പറയുന്ന ലോജിഷ്യൻസ് പറയുന്നുണ്ട് ലോജിക് ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഓപ്പറേഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ് ഇൻ ഇറ്റ് സെർച്ച് ഫോർ ട്രൂത്ത്. ലോജിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ലോജിക്ക് ഒരു സയൻസാണ്. അത് ഡീൽ ചെയ്യുന്നത് എന്താണ്? ഓപ്പറേഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡാണ് ഡീൽ ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ് ഡീൽ ചെയ്യുന്നത്? സെർച്ച് ഫോർ ട്രൂത്ത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി, ഹ്യൂമൻ തോട്ട് ഓഫ് റീസണിങ് എന്ന് പറയുന്നത്. ലോജിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് റീസണിങ് ആണ്. ലോജിക്കിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ട്രൂത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലോജിക്കിൻ്റെ അൾട്ടിമേറ്റ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇർവിൻ കോഹനും ഡിഫൈൻ ചെയ്യുന്ന ലോജിക്കിനെ, ലോജിക് ഈസ് എ സ്റ്റഡി ഓഫ് ദ മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് യൂസ്ഡ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് കറക്റ്റ് ഫ്രം ഇൻകറക്റ്റ് റീസൺ. ഇൻകറക്റ്റ് റീസണിങ്ങിൽ നിന്ന് കറക്റ്റ് റീസൺ നമുക്ക് നൽകുന്ന ഒരു സ്റ്റഡിയാണ് ലോജിക്ക്. ഇൻകറക്റ്റ് റീസണിങ്ങിൽ നിന്ന് കറക്റ്റ് റീസണിങ് നമുക്ക് നൽകുന്ന ഒരു സ്റ്റഡിയാണ് ലോജിക്ക്. ഇറ്റ് ഈസ് ഇവാലുവേറ്റിംഗ് ദ ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി ഓഫ് ദ ജഡ്ജ്മെൻറ്റ്. ഈ ഒരു ഘടകം കൊണ്ടാണ് നമ്മൾ ലോജിക്കിൽ ട്രൂത്തും ഫോൾസിറ്റിയൊക്കെ ഇവാൽവ് ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ സ്റ്റഡിയാണ്. എല്ലാ ഫണ്ടമെൻ്റൽ സ്റ്റഡീസിനകത്തും ലോജിക്കുണ്ട്. ലോജിക്ക് ഒരു നോർമാറ്റീവ് സയൻസാണ്. ലോജിക്കിൻ്റെ നോം എന്താണ്? സയൻസ്, ട്രൂത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇറ്റ് ഫോക്കസസിങ് ദ റാദർ ദാൻ ജസ്റ്റ് ഡിസ്ക്രൈബിങ് വാട്ട് ഈസ്. അതായത് നമ്മൾ പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അന്ന് മൊത്തം ആദ്യം അങ്ങനെയല്ല, ഡിസ്ക്രൈബ് ചെയ്യുന്നതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലോജിക്ക് എല്ലാ സയൻസിനെ പോലെയും എല്ലാ പോസിറ്റീവ് സയൻസിനെ പോലെയും ലോജിക്ക് ഫാക്റ്റ് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ലോജിക്ക് ഫാക്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് റീസണിങ്ങിൽ പ്രിസ്ക്രൈബ് ചെയ്യും. 3 മെയിൻ നോർമാറ്റീവ് ഡിസിപ്ലിൻസ് ഉണ്ട് അലോങ് ദി എത്തിക്സ് ആൻഡ് ഓൾസോ. 3 തരത്തിലുള്ള നോർമാറ്റീവ് ഡിസിപ്ലിൻസാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ, അതായത് ഫിലോസഫിക്കൽ മേഖലയിൽ പഠിക്കുന്നത്. ഒന്ന് എത്തിക്സ്, സ്റ്റഡി ചെയ്യുന്നത് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. രണ്ടാമത് എസ്തെറ്റിക്സ്, സ്റ്റഡി ഓഫ് ബ്യൂട്ടി. മൂന്നാമത്തത് ലോജിക്ക് എന്ന് പറയുന്നത് എന്താണ്? ലോജിക്ക് ഈസ് ദ കറക്റ്റ് സ്റ്റഡി ഓഫ് ട്രൂത്ത് എങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ട്രൂത്ത് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്തെന്ന് പഠിക്കുകയാണ്. വാട്ട് ഈസ് ആർഗ്യുമെൻറ്റ്, വാട്ട് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ആൻഡ് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. നമ്മൾ
മനസ്സിലാക്കേണ്ട കാര്യം ലോജിക് ഈസ് ടോട്ടലി ബ്രൗഡ്ലി ഡിവൈഡഡ് ഇൻറ്റു ടു, ഡിഡക്ഷൻ എന്നും ഇൻഡക്ഷൻ എന്നും. അതായത് ഡിഡക്റ്റീവ് ലോജിക്കിനെ കുറിച്ച് നമ്മൾ അരിസ്റ്റോട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു. നമ്മൾ ആർഗ്യുമെൻറ്റുകളെ അതുപോലെ തന്നെയാണ്. ലോജിക്കിനെ നമ്മൾ ഡിഡക്ഷൻ എന്നും ഇൻഡക്ഷൻ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. ആർഗ്യുമെൻറ്റ്സിനെ ദർ ആർ ടു ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്. അതുപോലെ തന്നെ ലോജിക്കും ദർ ആർ ടു ടൈപ്പ് ഓഫ് ലോജിക്ക്, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ്. വാട്ട് ഈസ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ക്ലെയിം ദാറ്റ് കൺക്ലൂഷൻ ഈസ് കൺക്ലൂസീവ്ലി സപ്പോർട്ട് ബൈ ഇറ്റ് പ്രിമിസസ്. അതായത് ഈ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിൽ കൺക്ലൂഷൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രിമിസസിനെയും സപ്പോർട്ട് ചെയ്ത് വരും. മുകളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രിമിസസിനെയും സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് ഇഫ് ദ പ്രിമിസസ് ആർ ട്രൂ ദ കൺക്ലൂഷൻ മസ്റ്റ് ബി ട്രൂ. പ്രിമിസസ് എന്ന് പറഞ്ഞാൽ മേജർ പ്രിമിസ്, മൈനർ പ്രിമിസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് മനസ്സിലുണ്ടായിരിക്കണം. ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ. ആ രണ്ട് പ്രിമിസസിനെയും കറക്റ്റായിട്ട് ആ രണ്ട് പ്രിമിസസിനെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് കൺക്ലൂഷൻ വരുന്നത്. ആ ആർഗ്യുമെൻറ്റിന് വാലിഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നു. ഈ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിൽ എപ്പോഴും എന്താ ഫെയിൽസ് ഇൻ ദിസ് ഇൻവാലിഡ്. അതായത് നമ്മൾ ഈ ആർഗ്യുമെൻറ്റ് ഫെയിൽ ആവുന്നത് അത് ഇൻവാലിഡായി പോകുമ്പോഴാണ് ആർഗ്യുമെൻറ്റ് ഫെയിൽ ആവുന്നത്. അതുപോലെ ഇൻഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ മറ്റൊരു സംഭവം പറയുന്നത് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റിനകത്ത് ഒരു കാരണവശാലും ഡസ് നോട്ട് ക്ലൈം ദ കൺക്ലൂസീവ് സപ്പോർട്ടീവ് കൺക്ലൂഷൻ. കൺക്ലൂഷനെ ഒരിക്കലും സപ്പോർട്ടീവായിട്ട് വരത്തില്ല. കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇൻഡക്ഷൻ വരത്തില്ല. ഇൻ സമ്മറി, ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആർ എയ്തർ വാലിഡ് ഓർ ഇൻവാലിഡ്. ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ഒന്നുകിൽ വാലിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും. വൈൽ ഇൻഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്താണ്? ഡു നോട്ട് ഡീൽസ് വിത്ത് വാലിഡിറ്റി ഇൻ ദ സെയിം വേ. നമ്മളൊരു കാരണവശാലും ഒരേ രീതിയിൽ നമുക്ക് വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അടുത്ത എന്താ? ഇതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ഡിഡക്ഷൻ്റെയും ഇൻഡക്ഷൻ്റെയും എക്സാമ്പിൾ നോക്കൂ. ഡിഡക്ഷൻ, ഓൾ മെൻ ആർ. ഡിഡക്ഷൻ്റെതാണ് DGP എന്ന് വെച്ചാൽ എന്താ? ജനറൽ. ഡിഡക്ഷൻ ഈസ് ഗോയിങ് ടു ജനറൽ ടു പർട്ടിക്കുലർ. ജനറൽ ടു പർട്ടിക്കുലർ മീൻസ് ഈ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ. എല്ലാ മനുഷ്യരും മരണമുള്ളവനാകുന്നു. സോക്രട്ടീസ് ഈസ് എ ഹ്യൂമൻ ബീയിങ്. സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്. ദെയർഫോർ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ഇതിനകത്ത് വന്നില്ലേ? രണ്ട് പ്രിമിസസും കൺക്ലൂഷനും സപ്പോർട്ട് ചെയ്യുന്നു. രണ്ട് പ്രിമിസസും ഫോളോ ചെയ്യുന്നത് കൺക്ലൂഷനാണ്. അത് രണ്ടും കൂടെ അല്ലേ തീർന്നു കൺക്ലൂഷൻ വന്നേക്കുന്നത്. അപ്പം മറന്നുപോരുത്, ഡിഡക്ഷൻ എന്ന് പറയുന്നത് ജനറൽ ടു പർട്ടിക്കുലർ. ഇനി വാട്ട് അബൌട്ട് ഇൻഡക്ഷൻ? ഇൻഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ് ഓഫ് ഡ്രോയിങ് എ കൺക്ലൂഷൻ ഫ്രം ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റൻസിൽ നിന്ന് നമ്മൾ ഓരോ കാര്യം ഒബ്സർവ് ചെയ്തിട്ട് പല പല ഇൻസ്റ്റൻസ് എടുത്തിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ജനറലിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. അതാണ്. അപ്പോൾ അതൊരു ഇൻഫറൻസ് ആണ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആൻ ഇൻഫറൻസ്. ഉദാഹരണം നോക്കൂ. അരിസ്റ്റോട്ടിൽ ഈസ് എ ഹ്യൂമൻ ആൻഡ് മോർട്ടൽ, ബേക്കൺ ഈസ് എ ഹ്യൂമൻ ആൻഡ് മോർട്ടൽ, ഡെക്കാർട്ട് ഈസ് എ ഹ്യൂമൻ ആൻഡ് മോർട്ടൽ, ദെയർഫോർ ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ. എന്ന് വെച്ചാൽ എന്താ? ഇൻഡക്ഷൻ എന്താണ്? പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു. അരിസ്റ്റോട്ടിൽ എടുത്തു, ബേക്കൺ എടുത്തു, ഡെക്കാർട്ട് എടുത്തു. ഇവരെല്ലാവരും എടുത്തിട്ട് ഇവരെല്ലാവരും മനുഷ്യന്മാരായതുകൊണ്ട് ഇവരെല്ലാവരും മരണമുള്ളവരാകുന്നു. അതുകൊണ്ടാണ് എൻ്റെ കൺക്ലൂഷൻ എന്താണ്? ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ മോർട്ടൽ എന്ന് വെച്ചാൽ എന്താണ്? ജനറൽ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ജനറൽ ആയിട്ടൊരു കൺക്ലൂഷൻ കൊണ്ടുവന്നു. ഡിഡക്ഷൻ്റെ അതുപോലെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ സമ്മറൈസ് ചെയ്യാം. നമുക്കെന്താ നേരത്തെ പറഞ്ഞത് നമ്മൾ ഇനി വി കുഡ് സമ്മറൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ. ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തതെന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിഡക്ഷൻ സ്റ്റാർട്ട് വിത്ത് ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഓൾ ഹ്യൂമൻസ്. പക്ഷേ ഇതിനകത്ത് ഇൻഡക്ഷനകത്ത് എന്താണ് പർട്ടിക്കുലർ ആയിട്ടുള്ള ഫാക്റ്റാണ് ഡീൽ ചെയ്യുന്ന അരിസ്റ്റോട്ടിൽ, ബേക്കൺ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് അതുപോലെ തന്നെ ഡിഡക്ഷൻ ഈസ് ബേസ്ഡ് ദാറ്റ് ദ വാട്ട് ഈസ് ട്രൂ ദ ഹോൾ ട്രൂ പാർട്ട്. അതായത് ഡിഡക്ഷൻ്റെ കാര്യം എന്താണ് രണ്ട് മുകളിലുള്ള രണ്ട് പ്രിമിസസും ട്രൂ, അങ്ങനെയാണെങ്കിൽ ഈ താഴെ വരുന്ന കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. ഇൻഡക്ഷൻ്റെ കാര്യം അങ്ങനെയല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് വാട്ട് ഈസ് ട്രൂ ഫോർ ദ പാർട്ട് ഈസ് ട്രൂ ഹോൾ. അതായത് എന്താണോ ട്രൂ അതിൻ്റെ പാർട്ട് മാത്രമേ ട്രൂ ആയിട്ട് വരൂ. ആ പാർട്ട് മാത്രമേ ട്രൂ ആയിട്ട് വരുള്ളൂ, അല്ലാതെ വരത്തില്ല. അതുപോലെ തന്നെ നാച്ചർ ഓഫ് ദ കൺക്ലൂഷൻ ഇൻ എ കറക്റ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഇത് പ്രിമിസസ് ആർ ട്രൂ. പ്രിമിസസ് ട്രൂ ആണെങ്കിൽ, അതായത് ഡിഡക്ഷനകത്ത് പ്രിമിസസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. ബട്ട് ഇൻ ദ ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് ഈവൻ ഓൾ ഓഫ് ദി പ്രിമിസസ് ആർ ട്രൂ, കൺക്ലൂഷൻ ചിലപ്പോൾ പ്രോബബിലിറ്റി ഉണ്ടാവും. എല്ലാ പ്രിമിസസും ട്രൂ ആയിരിക്കും, പക്ഷേ എങ്കിലും കൺക്ലൂഷന് ചിലപ്പം ട്രൂ ആണോ ഫോൾസ് ആണോ, ട്രൂ ആവാൻ സാധ്യതയുണ്ട്, ഫോൾസ് ആവാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രോബബിലിറ്റി വരും. വാട്ട് അബൌട്ട് വാലിഡിറ്റി? വാലിഡേഷൻസ് എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എയ്തർ വാലിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും.
ഇവിടെ അങ്ങനെയല്ല, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റിൽ ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കും, ചിലപ്പോൾ വീക്ക് ആയിരിക്കും, കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ റിലയബിലിറ്റി എന്ന് പറയുന്നത് വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് അഡീഷണൽ പ്രിമിസസ്. അതായത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണെങ്കിൽ താഴെ മറ്റ് പ്രിമിസസിനെ ഒന്നും ബാധിക്കത്തില്ല. അത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കൺക്ലൂഷനിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നോളും. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ബിക്കം സ്ട്രോങ് വെൻ ഇറ്റ് ഇസ് അപ്ലൈഡ് ടു ദ അഡീഷണൽ പ്രിമിസസ്. അതായത് അത് സ്ട്രോങ് ആവണമെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള പ്രിമിസസുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതായത് അതാണ് അരിസ്റ്റോട്ടിൽ ഈസ് മോർട്ടൽ, ബാക്കൺ ഈസ് മോർട്ടൽ, ഐസക് ന്യൂട്ടൺ ഈസ് മോർട്ടൽ, അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ അത് പറയുന്ന ഒരു ഇതിന് സ്ട്രോങ് ആയി വരുള്ളൂ. അതുപോലെ നാച്ചർ ഓഫ് ലീഫ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് ലീപ്പ് എന്നാണ്. ടേക്കൺ ഫ്രം പ്രിമിസസ്, അതായത് ഇൻഡക്റ്റീവ് ലീഫ് എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്നൊരു ചാട്ടമാണ് എവിടെ നിന്ന്, പ്രിമിസസിൽ നിന്ന് കൺക്ലൂഷനിലേക്ക്. പക്ഷേ അവിടെ പക്ഷേ പ്രിമിസസിലേക്ക് കൺക്ലൂഷനിലേക്ക് ചാടുമ്പോൾ ഇൻഡക്ഷനിൽ അങ്ങനെ ഒരു ഡിഡക്റ്റീവ് ലീപ്പില്ല, കാരണം അതിൻ്റെ തുടർച്ചയായിട്ട് വരും. അതുപോലെ നാച്ചർ ഓഫ് വാലിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡക്ഷൻ കോമൺലി നോൺ ആസ് എ ഫോർമൽ ലോജിക് എന്നാണ്. ഇത് ഫോമും ഫോർമാലിറ്റിയും ഒക്കെ വാലിഡിറ്റിയും ഒക്കെ എവിടെയുണ്ട്, ഡിഡക്ഷനിലുണ്ട്. പക്ഷേ കൺക്ലൂഷനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫോർമലി വാലിഡ് ആയിരിക്കും, ബിക്കോസ് കൺക്ലൂഷൻ പ്രിമിസസിനെ ഫോളോ ചെയ്ത് വരുന്ന കാര്യമാണ്. ഇൻഡക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് എയിം അറ്റ് എ മെറ്റീരിയൽ ട്രൂത്താണ്. ഇറ്റ് ഓൾവേസ് എൻക്വയർ ടു ഐഡിയ ടു ഫാക്റ്റുകൾ വേണം, ഐഡിയാസ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡക്ഷൻസ് ഡെവലപ്പ് ചെയ്യൂ. സോ ഇൻഡക്ഷൻ ഈസ് നോൺ ആസ് മെറ്റീരിയൽ ലോജിക് എന്ന് പറയുന്നു. ഇനി നമ്മൾ അബ്ഡക്റ്റീവ് റീസണിങ് എന്ന് വെച്ചാൽ എന്താണ് അബ്ഡക്റ്റീവ് റീസണിങ്? ചാർലിസ് പ്രീസ് പറഞ്ഞിരുന്നു, ഡിറ്റർമൈനിങ് മോസ്റ്റ് ലൈക്ലി എക്സ്പ്ലനേഷൻ ഫോർ ആൻ ഒബ്സർവേഷൻ. അതായത് ഒരു ഒബ്സർവേഷൻ്റെ മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള ഏറ്റവും അടുത്തിട്ടുള്ള കാര്യം ഇറ്റ് ബിഗിൻസ് വിത്ത് ഒബ്സർവേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിമ്പിൾ കൺക്ലൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് അബ്ഡക്റ്റീവ് റീസണിൽ നമ്മളതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇഫ് ദ ഗ്രാസ് ഈസ് വെറ്റ്, നമ്മൾ ഈ പുല്ലെല്ലാം നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മൈറ്റ് കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഹാസ് റെയിൻഡ്. നമ്മൾ അപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, അപ്പോൾ മഴയുണ്ടായിട്ടുണ്ട്. സിമിലർലി ഇഫ് യു നോ വിജിത്ത് ആൻഡ് രവി ഹാഡ് എ ഫൈറ്റ് ബട്ട് നോ സീ ദം ഹാവിങ് ടേക്ക് ടുഗദർ ബട്ട് നൗ സീ ദം. അതായത് ഇപ്പം അതുപോലെ തന്നെ രവിയും വിജിത്തുമായിട്ട് അടിയാണെന്ന് നമുക്കറിയാം, പക്ഷേ ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതെന്താ റീകൺസീൽ ചെയ്യുന്നത്, അവരെന്താ ചെയ്യുന്നത്, നമ്മൾ റീകൺസീൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോട്ട് ലോജിക്കലി ഫോളോ പ്രിമിസസ് അല്ല. നമ്മൾ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് വിജിത്ത് ആൻഡ് രവി ഹാവിങ് ടീ ടുഗദർ ഡസ് നോട്ട് നെസസറി മീൻ ദേ ആർ ഫ്രണ്ട്സ്. അതായത് ഇത് നമ്മൾ സ്വയമേ നോക്കുമ്പം ലോജിക്കലി അല്ലാതെ നോക്കുമ്പോൾ എന്താണ്, അവർ രണ്ടുപേരും സുഹൃത്തുക്കളായി അടി കഴിഞ്ഞ് അവർ കോംപ്രമൈസ് ആയതുകൊണ്ട് ചായ കുടിച്ചു. പക്ഷേ അങ്ങനെയല്ല, അവർ അല്ലാതെയും ചായ കുടിക്കാം. നെസസറിലി അവർ എഗെയിൻ ഫ്രണ്ട് ആകണമെന്ന് നിർബന്ധമില്ല. ഹൗവർ ദ ഐഡിയ ദാറ്റ് ദേ റീകൺസിലിയഡ്. നമ്മളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒബ്സർവ് ചെയ്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺക്ലൂഷൻ കണ്ടുപിടിക്കേണ്ടതാണ്. അതുപോലെ ഇതിനകത്ത് നമ്മൾ കൺക്ലൂഷന് ഗ്യാരണ്ടി ഒന്നുമില്ല, അവർ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ആവാം. അപ്പോൾ ദ ടേം ഡിഡക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ ആൻഡ് അബ്ഡക്ഷൻ derived from the Latin word do means from. അതാണ്. സോ ഡിഡക്ഷൻ ഡ്രോ ഫ്രം നോൺ ഫാക്ട്. നമ്മൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതിൽ നിന്ന് കണ്ടെത്തുന്നു. ടുവേർഡ് റീഡിങ് ദ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജനറലൈസ് ചെയ്യുന്ന കാര്യമാണ്. ബെസ്റ്റ് എക്സ്പ്ലനേഷൻസ് നമുക്ക് എടുക്കുന്നു. ഇനി നമ്മൾ പ്രിപ്പോസിഷൻസ് നോക്കുവാണ്. പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് ഈസ് എ ലാംഗ്വേജ് എക്സ്പ്രഷൻ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ലാംഗ്വേജ് എക്സ്പ്രഷനാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു ജഡ്ജ്മെൻറ്റ്, ഞാനൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ ആ ജഡ്ജ്മെൻറ്റ് പറയുവാണത് ദ ഫ്ലവർ ഈസ് റെഡ്, അതിൻ്റെ ലാംഗ്വേജ് എക്സ്പ്രഷനാണ്. അതൊരു ജഡ്ജ്മെൻ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ലാംഗ്വേജ് എക്സ്പ്രഷനാണ് എന്തെന്ന് പറയുന്നത്, പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് റീസണിങ്. ഒരു റീസണിങ്ങിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ്, തുടക്കം പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷൻ ചില സമയങ്ങളിൽ അസർട്ട് സംതിങ് ഇൻ ദ കേസ് ഓഫ് സംതിങ് നോട്ട്. ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ അസർട്ട് ചെയ്യുകയും ചില കാര്യങ്ങൾ അസർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. എവരി പ്രിപ്പോസിഷൻ ചിലപ്പോൾ ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസിൻ്റെ കാര്യം അതാണ് പറയുന്നത്. എവരി പ്രിപ്പോസിഷൻ ഏത് ട്രൂ ആയിരിക്കാം, ഫോൾസ് ആയിരിക്കാം. പ്രിപ്പോസിഷൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് അസർട്ട് സംതിങ് എബൌട്ട് ദ വേൾഡ്. അതായത് ഈ വേൾഡിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ലോകത്തെക്കുറിച്ച് പറയുന്ന അസർട്ട് ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഫോൾസ് ആയിരിക്കാം. അൺലൈക്ക് ഓർഡിനറി സെൻറ്റൻസസ് പോലെയല്ല, ക്വസ്റ്റ്യൻസ് പോലെയല്ല, കമാൻഡ് പോലെയല്ല, എക്സ്ക്ലമേഷൻ പോലെയല്ല. ഡു നോട്ട് എക്സ്പ്രസ് പ്രിപ്പോസിഷൻ ബിക്കോസ് ദേ ഡു നോട്ട് മേക്ക് എ ക്ലെയിം ക്യാൻ ബി ഇവാലുവേറ്റഡ് ട്രൂ ആൻഡ് ഫോൾസ്. അതായത് അത് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രിപ്പോസിഷനെ ഡു നോട്ട് എക്സ്പ്രസ് പ്രിപ്പോസിഷൻ, അവിടെയൊന്നും നമുക്ക് പ്രിപ്പോസിഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് എന്താ സെൻറ്റൻസിൽ, ഓർഡിനറി സെൻറ്റൻസിനകത്തും ക്വസ്റ്റ്യൻസിനകത്തും കമാൻഡിനകത്തും എക്സ്ക്ലമേഷനിലാണെന്നും അവിടെ ബിക്കോസ് നമുക്ക് എന്താണ്, നമുക്കവിടെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിലൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ അത് പ്രിപ്പോസിഷൻ അല്ല എന്ന് പറയുന്നത്. ആ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഡു യു നോ ഹൗ ടു പ്ലേ ചെസ്, നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ്
ചെസ്സ് കളിക്കേണ്ടത്. ഇൻ എ ക്വസ്റ്റ്യൻ നോട്ട് എ പ്രിപ്പോസിഷൻ, അതിന് നമുക്ക് പ്രിപ്പോസിഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. സിമിലർലി കമാൻഡ് ലൈക്ക് കം ക്വിക്ക്ലി, അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങ് വരൂ, അത് പ്രിപ്പോസിഷൻ അല്ല. ഓ മൈ ഗോഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് പ്രിപ്പോസിഷൻ അല്ല, അത് എക്സ്ക്ലമേഷൻ ആണ്. അതുപോലെ ക്വസ്റ്റ്യൻ നോട്ട് ആണ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ ആർ ദ മീനിങ് ബിഹൈൻഡ് ദ സെൻറ്റൻസ് ദാറ്റ് മേക്ക് എ ക്ലെയിം അബൌട്ട് ദ വേൾഡ്. അതായത് ഈ വേൾഡിനെ കുറിച്ച് എന്തെങ്കിലും ക്ലെയിം ചെയ്യുന്നതിന് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലിസ്ലി വോൺ ദ എലക്ഷൻ, ലിസ്ലി എലക്ഷൻ ജയിച്ചു, ആൻഡ് ദെൻ ദ എലക്ഷൻ വാസ് വോൺ ബൈ ലിസ്ലി. ഈ രണ്ട് സെൻറ്റൻസും ഒരു സെൻറ്റൻസ് തന്നെ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അതൊരു രണ്ടും സെയിം പ്രിപ്പോസിഷനാണ്. അപ്പോൾ എന്തെങ്കിലും ക്ലെയിം ചെയ്യുമ്പോൾ, എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് പ്രിപ്പോസിഷൻ വരുന്നത്. പ്രിപ്പോസിഷൻ ദംസെൽഫ് ആർ നോട്ട് ടേൾഡ് എനി സ്പെസിഫിക് ലാംഗ്വേജ്. ഒരു സ്പെസിഫിക് ലാംഗ്വേജിലൊന്നും പ്രിപ്പോസിഷൻ വരത്തില്ല. ദേ ആർ റെപ്രസെൻറ്റ് ചെയ്ത കണ്ടന്റ് മാത്രം അസർട്ടൈൻ ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇറ്റ് ഈസ് റെയിനി, ഇംഗ്ലീഷിൽ പറയുന്നു, മഴ പെയ്യുന്നു, മലയാളത്തിൽ പറയുന്നു. അതുപോലെ സ്പാനിഷിൽ ഇങ്ങനെ പറയുന്നു, അതുപോലെ ഫ്രഞ്ചിൽ മഴ പെയ്യുന്നു എന്നിങ്ങനെ പറയുന്നു. ഈ ഡിഫറൻറ്റ് ലാംഗ്വേജ് ആണെങ്കിലും സിംഗിൾ മീനിങ് ആണ്, എല്ലാം അസർട്ട് ചെയ്യുന്ന സെയിം മീനിങ് ആണ്. Preposition are the statement in which something is said to be something else, either affirmatively or negatively. Preposition എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് വിച്ച് സംതിങ് ഈസ് സെഡ് അബൌട്ട് സംതിങ്, എന്തെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുന്നതിനാണ്. ഏതെങ്കിലും ഒരു കാര്യത്തെ അഫേം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നെഗേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ therefore preposition is strictly formed. Preposition ഒരു സ്ട്രിക്ട്ലി ഫോമുണ്ട്. കാരണം preposition ട്രൂ ആണോ ഫോൾസ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ അഫേം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ നെഗേറ്റ് ചെയ്യുകയോ ചെയ്യും. ഉദാഹരണം, പ്രിപ്പോസിഷൻ ഹാസ് ഇറ്റ്സ് എന്താണ്? ഒരു സ്ട്രിക്റ്റ് ഫോം ഉണ്ട്. ഉദാഹരണം, എസ് ഈസ് പി ഓർ എസ് ഈസ് നോട്ട് പി. എസ് പി ആണ്, അത് അഫേം ചെയ്യുന്ന കാര്യമാണ്. അത് എസ് പി ആണെന്ന് അഫേം ചെയ്യുന്നു. എസ് ഈസ് നോട്ട് പി, അതിനെ നെഗേഷൻ ചെയ്യുകയാണ്. അതാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. സംതിങ് അഫേം ചെയ്യുന്നു, സംതിങ് നെഗേഷൻ ചെയ്യുന്നു. അതുപോലെ അനദർ ക്യാരക്ടറിസ്റ്റിക് പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിപ്പോസിഷന് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അനുസരിച്ചും പ്രിപ്പോസിഷനും നമ്മൾ പറയും. അത് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അനുസരിച്ച് പ്രിപ്പോസിഷനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അക്കോർഡിംഗ് ടു ബേസിക് കാറ്റഗോറിക്കൽ പ്രിപ്പോസിഷൻ, ലോജിക്കിൽ കാറ്റഗറി അനുസരിച്ച്, അതായത് ക്വാളിറ്റി അനുസരിച്ചും ക്വാണ്ടിറ്റി അനുസരിച്ചും ഒരു പ്രിപ്പോസിഷനെ വി ക്യാൻ സേ ദ ബേസ്ഡ് ഉണ്ട് ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി. ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും പ്രിപ്പോസിഷനെ പറയും. അല്ലെങ്കിൽ അതിനെ നമ്മൾ അങ്ങനെ കാറ്റഗറി അനുസരിച്ച് ലോജിക്കിൽ പ്രിപ്പോസിഷനെ പ്രധാനമായിട്ട് 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, ഓൾറെഡി പറഞ്ഞല്ലോ, അഫേം ചെയ്യുന്നു, നെഗേഷൻ ചെയ്യുന്നു, അതാണല്ലോ പ്രിപ്പോസിഷൻ. അപ്പോൾ യൂണിവേഴ്സലി അഫർമേറ്റീവ് പ്രിപ്പോസിഷൻ നമ്മൾ പറയുന്നത് എ പ്രിപ്പോസിഷൻ. യൂണിവേഴ്സലി അഫർമേറ്റീവ് പ്രിപ്പോസിഷന് വി കോൾഡ് എ പ്രിപ്പോസിഷൻ. ദാറ്റ് മീൻസ് ഓൾ എസ് ഈസ് പി, എല്ലാ എസും പി ആണ്, യൂണിവേഴ്സലി അഫേം ചെയ്യുന്നു. അടുത്ത യൂണിവേഴ്സലി നെഗേഷൻ. യൂണിവേഴ്സലി നെഗറ്റീവ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രിപ്പോസിഷനെയാണ് നമ്മൾ യൂണിവേഴ്സലി നെഗറ്റീവ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. നോ എസ് ഈസ് പി, ഒരു എസും ഒരു പി അല്ല. മറ്റേത് ഓൾ എസ് ഈസ് പി, നോ എസ് ഈസ് പി. അത് കഴിഞ്ഞ് പർട്ടിക്കുലർലി അഫേം ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ അഫേം ചെയ്യുന്നു. പർട്ടിക്കുലർലി അഫേം ചെയ്യുന്ന പ്രിപ്പോസിഷനെ പറയുന്ന പേരാണ് ഐ പ്രിപ്പോസിഷൻ. സം എസ് ഈസ് പി, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? അഫേം ചെയ്യുന്നുള്ളൂ. അതുപോലെ പർട്ടിക്കുലർലി നെഗറ്റീവ് പ്രിപ്പോസിഷൻ. പർട്ടിക്കുലർലി നെഗറ്റീവ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ പ്രിപ്പോസിഷൻ. അപ്പോൾ എ ഇ ഐ ഒ, ഓ പ്രിപ്പോസിഷൻ പറയുന്നത് എന്താണ്? സം എസ് ഈസ് നോട്ട് പി, കുറച്ച് എസ് പി അല്ല. അപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രിപ്പോസിഷൻ? ദർ ആർ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻസ്. ദർ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4: യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പർട്ടിക്കുലർ അഫർമേറ്റീവ് ആൻഡ് പർട്ടിക്കുലർ നെഗറ്റീവ്. ഇതോടുകൂടി ലോജിക്കിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻസും എന്ത് ചെയ്തു? നമ്മൾ കഴിഞ്ഞു.